ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയാൻസ് പാരഡൈസ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് ഞാനൊരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഫ്രഷ്നെസ് ഉള്ളൊരു കേക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഒരു അരിപ്പയിൽ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു വലിയ മുട്ട പൊട്ടിച്ചിട്ട്, ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഹാൻഡ് വിസ്ക് ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. പഞ്ചസാര മുഴുവനായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തടിത്തവിയോ വെച്ചിട്ട് സൈഡെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വാനില എസൻസ് മാത്രമാണെങ്കിലും നമുക്ക് മതിയാവും. ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തൈര്, പുളിയില്ലാത്ത തൈരായിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തൈര് റൂം ടെമ്പറേച്ചറിലായിരിക്കാനും ശ്രദ്ധിക്കണം. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്പാച്ചില കൊണ്ട് സൈഡൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ടൈമായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് തുടങ്ങാം. പൊടി കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നേരം ഇത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടി ഒന്ന് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി സ്പൂണോ തവിയോ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് വെച്ച് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ആയതിൻ്റെ ശേഷം ഇവിടെ ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദയും കൂടെ തൂവിയിട്ട് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാനാണ്. ഇതിലേക്ക് ഞാൻ പകുതി ബാറ്ററാണ് ആദ്യം ഒഴിക്കാൻ പോകുന്നത്. പകുതി മാവ് ഒഴിച്ചതിന് ശേഷം സ്പാച്ചിൽ വെച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് സ്ട്രോബെറി ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ബാക്കി പകുതി മാവ് അതിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കുന്നത്. മാവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിന് ഒരേപോലെ എല്ലാ സ്ഥലത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ സ്ട്രോബെറീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതിയായിട്ട്. അത് ഞാൻ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുകയാണ് മേലെ. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് മേലെയും നല്ല സ്ട്രോബെറീസിൻ്റെ വലിയ വലിയ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന അവനിൽ 30 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കാനൊരു സിറപ്പ് ഉണ്ടാക്കുകയാണ്. ബാക്കിയുള്ള കുറച്ച് സ്ട്രോബെറീസിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഈ ഒരു ജ്യൂസ്. ഇത് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് കുറച്ച് സ്ട്രോബെറി ബാക്കിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇതപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കിന് ടിന്നിൽ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം കേക്കിന് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ടിന്നിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ് തണുത്തതിൻ്റെ ശേഷം. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാൽ ഇത് എത്ര സോഫ്റ്റാണുള്ളെന്ന്. കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹൗസ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി സെർവ് ചെയ്താൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഈ സോസിൻ്റെ കൂടെ സെർവ് ചെയ്താൽ ഇനിയും ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.